എല്ലാവർക്കും എല്ലാം ഭയങ്കര ഈസി ആയിട്ട് കിട്ടണം അല്ലേ? നിങ്ങൾ എന്നെ പലപ്പോഴും പ്രാർത്ഥിച്ചില്ലേ, ഈശ്വരാ അത് ഈസി ആവണേ, എക്സാം ഈസി ആവണേ, ഇത് ഈസി ആണ്, മറ്റേ ഈസി ആവണേ പറഞ്ഞ് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചില്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് എന്താണ്, ക്ലാസ് 9 എക്സാം ഈസി ആവോ അല്ലെങ്കിൽ ടഫ് ആവോ, ക്ലാസ് 9 എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് നിങ്ങളിപ്പോ 8ാം ക്ലാസ്സിലുള്ള മക്കൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, കാര്യങ്ങൾ ഒരിക്കലും ഈസി ആവാൻ പോകുന്നില്ല. അത് എക്സാം ആണെങ്കിലും ശരി, ലൈഫ് ആണെങ്കിലും ശരി, കാര്യങ്ങളൊന്നും ഈസി ആവില്ല. പകരം എന്ത് ചെയ്യും, നിങ്ങൾ എന്താവും, ടഫ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താവണം, കൂടുതൽ പവർഫുൾ ആവണം. നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നേരത്തെ നിങ്ങളുടെ ഡ്യൂട്ടി ഒക്കെ വൃത്തിക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എക്സാം ഈസി ആണോ ടഫ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണോ? കാരണം നിങ്ങൾക്കൊക്കെ അറിയാം. സോ ടഫ് ആവുമോ ഈസി ആവുമോ എന്നുള്ളതൊന്നും ആലോചിച്ചിരിക്കാണ്ട് നമ്മളുടെ പണി നമ്മൾ നേരത്തെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അടിപൊളിയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായി, അത് പകുതി തീർന്നതിന് തുല്യമാണ്. സോ നമ്മൾ കഴിഞ്ഞ കൊല്ലം കളിച്ച പോലെ, 8ാം ക്ലാസ്സിൽ കളിച്ച പോലെ ഉഴപ്പിയിട്ട് ലാസ്റ്റ് പോയിട്ട് പഠിച്ചിട്ട് അങ്ങ് ഓടിച്ചെന്ന് മാർക്ക് വാങ്ങാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉറപ്പായിട്ടും പണി പാളും. പ്രത്യേകിച്ച് നിങ്ങൾ മാത്സിന്റെ കേസിലേക്കൊക്കെ വരുമ്പോൾ 40 മാർക്കിന് നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന സാധനം ഇനി നിങ്ങൾ ഒറ്റയടിക്ക് 80 മാർക്കിന് എഴുതാൻ പോവാണ്. പ്ലസ് അവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ മാറ്റമുണ്ട്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അധികം നോക്കാൻ പറ്റൂല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട്. സോ ആദ്യമേ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് തന്നെ ആയിരിക്കും പോവുക. സോ യെസ്, അങ്ങനെയെങ്കിൽ ഇനി എന്താണ് എഡ്യൂപോർട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്നുള്ള കാര്യത്തിലേക്കാണ് ഞാൻ കടക്കാൻ പോകുന്നത്. ഇവിടെ തീർച്ചയായിട്ടും ഓരോ സബ്ജക്റ്റും എടുക്കുന്നത് അത്രയും ടോപ്പ് ആയിട്ടുള്ള കുട്ടികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആണ്. കഴിഞ്ഞ ഒരു കൊല്ലത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഞാൻ ഓരോ ദിവസവും എഡ്യൂപോർട്ടിലേക്ക് വരുമ്പോൾ, ഓരോ ദിവസം ഞാൻ ഈ എഡ്യൂപോർട്ടിന്റെ ഓഫീസിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരുപാട് ഫാക്കൽറ്റീസിനെ പുതുതായിട്ട് ഞാൻ കാണലുണ്ട്. ഓലെന്താണ്, ഒരു ഇന്റർവ്യൂവിന് വന്നതാണ് എഡ്യൂപോർട്ടിലെ ഫാക്കൽറ്റി ആവാൻ. പക്ഷെ പിന്നെ ഒന്നും അവരെ അപ്പോയിന്റ് ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരുപാട് ആൾക്കാർ ഇവിടെ ഇന്റർവ്യൂവിന് വരുന്നുണ്ടെങ്കിലും ആരെയും ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നില്ല. വളരെ റെയർ ആയിട്ടാണ് ഒരാളെയൊക്കെ ഇവിടെ എടുക്കുന്നത്. അതായത് അത്ര കാറ്റിക്കുറുക്കിയാണ് ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസിനെയും ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. ആൻഡ് അവരെയാണ് നിങ്ങൾ കാണുന്നത്. അവരാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ എടുക്കുന്നത്. സോ അത്രക്ക് ടോപ്പാണ് ഓരോരുത്തരും, എനിക്ക് 100% ഉറപ്പുണ്ട്. ആദ്യം തന്നെ ഫിസിക്സിന്റെ കേസിലേക്ക് വരുമ്പോൾ എനിക്കറിയാം, ഞാൻ പലപ്പോഴും ഡാനി സാറിന്റെ ക്ലാസ് ഞാൻ തന്നെ കണ്ടിരുന്നിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ സ്ലൈഡ് ആണെങ്കിലും പറയുന്ന ഒരു രീതി ആണെങ്കിലും റിയൽ ലൈഫ് എക്സാമ്പിളും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാനി സാറിന്റെ ക്ലാസ്. സോ ഫിസിക്സിന് ഉറപ്പായിട്ടും ഡാനി സാറുണ്ട്. കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്, റിജു സാറ്, മുർഷിദ് സാറ്, രണ്ടാളും ഒരേ പോണ പവർഫുൾ. റിജു സാറ് കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പുള്ളി അങ്ങ് ഡീൽ ചെയ്തോളൂ. നിങ്ങൾ അവിടെ കണ്ടിരുന്നാൽ മതി, ബാക്കി പുള്ളി ഡീൽ ചെയ്തോളൂ. അതാണ്. ആൻഡ് ബയോളജിയിലേക്ക് വരുമ്പോൾ നമുക്ക് 2 പവർഫുൾ ആൾക്കാർ ബയോളജിയിലുമുണ്ട്. ആൻഡ് സോഷ്യലിലേക്ക് വരുമ്പോൾ ഇതൊരു മഹാസാഗരമാണ്. ഇവരാരെക്കുറിച്ച് പറഞ്ഞാലും കുറഞ്ഞു പോകും. നാഫി സാറ്, നിഹാൽ സാറ്, സഹദ് സാറ്, ആയിഷ മിസ്, ഓരോരുത്തരും ഒന്നിനൊന്ന് മെച്ചം. അടിപൊളി, നല്ല രസമുള്ള ക്ലാസ് ആട്ടെ, ഇങ്ങനെ കേട്ടിരിക്കാൻ പറ്റുന്ന. ആൻഡ് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മളുടെ വൺ ആൻഡ് ഓൺലി, കേരളത്തിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ജയ്സൽ സാറ്, അയ്യോ എൻ്റെ പെണ്ണ് പോയി, ജയ്സൽ സാറ്. അറബിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആരുണ്ട്, നമ്മുടെ സ്വന്തം മുത്തുമണിയായിട്ടുള്ള ഷഹീർ സാർ ഉണ്ട്. ഷഹീർ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് SSLCന്റെ എക്സാം, അറബിക്ക് എക്സാം കഴിഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഫറൂഖിൽ ഒരു സ്കൂളിൽ റിവ്യൂ എടുക്കാൻ പോയിരുന്നു. അപ്പോൾ ഷഹീർ സാറിനെ കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം. കുട്ടികൾക്കൊക്കെ അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ് ആര്, യെസ്, അറബിയുടെ ഷഹീർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് മാത്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഹനീന മിസ്സും ഉണ്ട്, വേറൊരാളും ഉണ്ട്. ഇതാരും അല്ല, ഇത് ഞാൻ തന്നെ. സോ ഹനീന മിസ് ഉണ്ട്, അഷിൽ സാറും ഉണ്ട്, അതായത് ഞാനുണ്ട്. ഓക്കെ. ആൻഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പം 3 പേരെയും നിങ്ങൾക്കറിയാം. ആൻഡ് അങ്ങനെയെങ്കിൽ ഇനി എന്താ സാറേ ഞങ്ങൾ ചെയ്യേണ്ടത്? അതായത് എഡ്യൂപോർട്ടിലെ ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. ആൻഡ് ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആരൊക്കെയാണ് എടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ പഠിച്ചങ്ങ് തുടങ്ങണടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ. നമ്മളൊന്ന് പെട്ടെന്നൊന്ന് തുടങ്ങി, നല്ലോണം ഒന്ന് തുടങ്ങി, എന്നാൽ പകുതി പണി നമ്മളത് എന്തായി തീർന്നു എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എഡ്യൂപോർട്ട് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ എഡ്യൂപോർട്ട് ചൂസ് ചെയ്യണം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അവിടെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ധൈര്യത്തോടെ കോൺഫിഡൻസോടെ എടുത്തു കാണിക്കുന്നത് നമ്പർ 1 ഫാക്കൽറ്റീസ് എന്നുള്ളതാണ്. ആൻഡ് സാറേ, ആ ഒരു ഫാക്കൽറ്റീസ് ഒക്കെ അടിപൊളിയാണ് എന്നുള്ളത്
മാത്രമാണോ എജുപോർട്ടിന്റെ പ്രത്യേകത? ഒരിക്കലും അല്ല. പിന്നെ വേറെന്തൊക്കെയാണ് എജുപോർട്ടിന്റെ പ്രത്യേകത? എന്തുകൊണ്ട്, വൈ, എന്തിന് ഞങ്ങൾ എജുപോർട്ടിൽ ജോയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? യെസ് സർ, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് എന്ത്? ഡെയിലി ഷെഡ്യൂള്. ഇത് വേറെ ഒരു സാധനത്തും നിങ്ങൾ കാണാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങളോട് പറയും, മോനെ ഇന്ന് തിങ്കളാഴ്ച നീ മാത്സിലെ ഇന്ന ചാപ്റ്ററിലെ ഇന്ന ഭാഗം പഠിക്കുക എന്ന് പറഞ്ഞ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ വരും. ഈ സാധനം വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ആൻഡ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് എവിടെ ഉണ്ടാവും? ആപ്പിൽ തന്നെ ലഭിക്കും. അത് കഴിഞ്ഞിട്ട് മെന്റർഷിപ്പ്, നിങ്ങളുടെ കൂടെ സകല ടൈം ഒരു മെൻറ്റർ ഉണ്ടാവും. അവർ നിങ്ങളോട് പറയും, മോനെ അത് ചെയ്തോ, ഇത് ചെയ്തോ, അല്ലെങ്കിൽ എന്താ വിഷമം, ടെൻഷൻ ഉണ്ടോ എക്സാമിൻ്റെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്കൊരു മെൻറ്ററായിട്ട് ഒരു നല്ല ഗൈഡൻസ് തന്നെ തരും. അത് നിങ്ങൾ പല ആൾക്കാർക്കും അതിപ്പോൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സത്യം. ആൻഡ് അഡാപ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, വെറുതെ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ല. നിങ്ങൾ ഒരു ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ശരിയാവുന്നത് വരെ അതേ മോഡലിൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എപ്പോൾ അത് റെഡിയാക്കുന്നോ അതുവരെ വന്നുകൊണ്ടിരിക്കും. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മളുടെ അഡാപ്റ്റ് ആൻഡ് ഗെയിമിഫൈഡ് ലേണിംഗ് ആണ്. വെറുതെ ഉള്ള ലേണിംഗ് ആണോ? അല്ല, ഗെയിമിഫൈഡ് ലേണിംഗ്. അതായത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് ഓരോ കോയിനൊക്കെ കിട്ടും. ടെമ്പിൾ റൺ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മൾ ഓടുമ്പോൾ കോയിൻ കിട്ടൂലേ? അതുപോലെ പഠിക്കുമ്പോൾ ഒക്കെ ഒരുപാട് കോയിൻസ് ഒക്കെ കിട്ടുന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് എജുപോർട്ട് ആപ്പിൽ കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിച്ചു തീർന്നാൽ കോയിൻ കിട്ടും, ഒരു ക്വസ്റ്റ്യൻ തീർത്താൽ കോയിൻ കിട്ടും. അങ്ങനെയാണ്. ആൻഡ് യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ വ്യക്തമായ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. ആൻഡ് ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ ടീച്ചറുടെ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാവും. അത് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ വെറുതെ ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ പോരാ, AI ഡൗട്ട് ക്ലിയറൻസ് ആണ്. വൈ? എന്താണ് AI ഡൗട്ട് ക്ലിയറൻസിന്റെ പ്രത്യേകത? അതായത് ഡൗട്ട് ചോദിച്ചിട്ട് നിങ്ങൾ ടീച്ചർ വരുന്നോ കാത്തിക്കണ്ട ആ ഡൗട്ട് ക്ലിയർ ആവാൻ. നിങ്ങൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ AI നിങ്ങൾക്ക് എന്ത് ചെയ്യും? അങ്ങ് ആൻസർ പറഞ്ഞുതരും. നിങ്ങൾ ചാറ്റ് ജി പി ടി ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? ആ ഒരു രീതിയിൽ. ആൻഡ് എക്സാം ഫോക്കസ്ഡ് സ്പെഷ്യൽ ലൈവുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ ക്വസ്റ്റ്യൻ ലൈബ്രറി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ചാപ്റ്ററിന് അല്ലെങ്കിൽ ഒരു പോർഷൻ നിന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ പഠിച്ചു പോയിട്ട് എനിക്കെല്ലാം അറിയാം എന്നും പറഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു വെറൈറ്റി ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. സോ ക്വസ്റ്റ്യൻ ലൈബ്രറി എങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ലൈബ്രറി നിങ്ങൾക്ക് വളരെ എക്സാമിന് ഹെൽപ്ഫുൾ ആവും. ആൻഡ് എഫേർട്ട് ട്രാക്കർ, അതായത് എന്താണ്, നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും എന്താ, ഞാൻ നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആപ്പ്, നിങ്ങൾ ഓരോ ദിവസവും ആപ്പ് കയറി ക്ലാസ് ഒക്കെ കാണും അല്ലേ? ക്ലാസ് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ ക്ലാസ് കാണും, നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യും, നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. അപ്പോൾ ഒക്കെ ആപ്പ് നിങ്ങളെ ഒരു എന്താ പറയുക, ഒളിഞ്ഞിരുന്ന് നോക്കുന്നുണ്ട്, ഇവൻ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ആപ്പ് നിങ്ങളോട് പറയും, നീ ഇത്ര എഫേർട്ടാണ് എടുക്കുന്നത്, അതായത് നീ ഒരു 70% എഫേർട്ടൊക്കെ എടുക്കുന്നുള്ളൂ, നിനക്ക് ഇനിയും എടുക്കാവുന്നതാണ് എന്ന് ആപ്പ് നിങ്ങളോട് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഞാൻ ഇങ്ങനെ നടന്നാൽ പോരാ, ഞാൻ ഒന്നുകൂടി ഉഷാറാവണം. ആ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആൻഡ് സിലബസ് ട്രാക്കർ, ഓരോ സബ്ജക്റ്റിൽ നീ എത്ര പഠിച്ചു കഴിഞ്ഞു, ഓരോ വിഷയം ഒരു ചാപ്റ്ററിന്റെ എത്രത്തോളം നീ പഠിച്ചു കഴിഞ്ഞു, ഒരു സബ്ജക്റ്റിന്റെ, മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ എത്ര നീ പഠിച്ചു കഴിഞ്ഞു, അതുപോലെ ടോട്ടൽ സിലബസിന്റെ എത്ര നീ പഠിച്ചു കഴിഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് അവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ മൊത്തം സിലബസ് ആണെങ്കിൽ ഇതിൽ നിങ്ങളോട് പറയും, അതാ ഇത്രയാണ് പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇനിയും ഇത്ര ഉണ്ട്, ഞാൻ ഇങ്ങനെ വെപ്പാൻ പറ്റൂല, വേഗം സ്പീഡ് തീർക്കണം. അതാണ് സംഭവം. ആൻഡ് ഓരോ സബ്ജക്റ്റിനും എന്താണ് ബേസിക്സ്, വ്യക്തമായിട്ടുള്ള ബേസിക്സ് ആണ്. ആൻഡ് എന്നാണ് ഈ ക്ലാസ് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബാച്ച് തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തുടങ്ങുന്ന മക്കളെ ഏപ്രിൽ 7-നാണ്. ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാവാണ്ടിരിക്കുക. ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. സോ ഇത്തവണ നമ്മൾ എന്താണ്, കഴിഞ്ഞ തവണ തയ്യാറി ലാസ്റ്റിലേക്ക് പോയി പഠിച്ചിട്ട് പെരങ്ങുന്ന പരിപാടിയില്ല. ആദ്യം മുതലേ പഠിച്ചു തുടങ്ങും. എന്നിട്ട് ഓരോ യൂണിറ്റ് ടെസ്റ്റിനും ഓരോ എക്സാമിനും എന്താണ്, അത് ഓണം എക്സാം ആയിക്കോട്ടെ, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എക്സാമിന്റെ പേരിലല്ല കാര്യം. ഓരോ എക്സാമിലും നിങ്ങളായിരിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ ടോപ്പർ, സ്കൂളിൽ ടോപ്പർ. നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നമ്മളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി 100% ഞാൻ എന്ത് ചെയ്യാണ്, അത് നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാണ്. സോ അഡ്മിഷൻ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നിങ്ങൾ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയൊക്കെ സെറ്റ് ആയിക്കോളും. ആൻഡ് ഓൾസോ യെസ്, നമ്മളുടെ എജുപോർട്ടിന്റെ വാട്സപ്പ് ചാനലിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പല അപ്ഡേറ്റ്സും വരും. സോ അതിന്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്, അത് നിങ്ങൾ സെറ്റാക്കി വെക്കുക. ആൻഡ് 9ാം ക്ലാസ്സിൽ നിങ്ങൾ റെഡിയാണോ പഠിക്കാൻ വേണ്ടി, പോരാടാൻ വേണ്ടി റെഡിയാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ആ കൂട്ടത്തിൽ തന്നെ ഞാനിപ്പോൾ മാത്സ് ആണ് ഇവിടെ എടുക്കുന്നത്. സോ എനിക്ക് ജസ്റ്റ് വെറുതെ ഒരു ആഗ്രഹം,
നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൽ മാത്സിന് അതായത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് നിങ്ങൾ മാത്സിന് എത്ര മാർക്ക് ആയിരിക്കും ഉണ്ടാകുക, നിങ്ങൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നത്? അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ ആണല്ലോ? റെഡി. സോ സി യു, ബൈ.